സിസ്റ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി പൂർണ്ണമായും നടപ്പിൽ വരുത്തണം. 2 വർഷം മുൻപ് കോടതി വിധി നടപ്പിൽ വരുത്താമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എറണാകുളം ജില്ലാ കലക്ടർ അപ്രകാരം രേഖാമൂലം തന്ന ഉറപ്പ് 2 വർഷമായിട്ടും പാലിക്കപ്പെട്ടില്ല. തുടർന്ന് വീണ്ടും മറുപക്ഷം കൊടുത്ത അപ്പീൽ തള്ളിക്കൊണ്ട് പൂർണ്ണമായും ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ പള്ളിയുടെ ഉടമസ്ഥതയും അതിൻ്റെ കർത്തൃത്വവും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടായിരിക്കുകയാണ്. ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ ആ കോടതി വിധി രാഷ്ട്രീയത്തിൽ മുങ്ങി മരിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കോടതി വിധി നടപ്പിൽ വരുത്താൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് ജനാധിപത്യ സംവിധാനത്തിലെ ആരും പറഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെ കോടതി വിധി നടപ്പിൽ വരുത്താൻ തടസ്സമായിട്ടുള്ള അത്ര തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യരുത് എന്ന് ഈ സമയത്ത് ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലുള്ള അനാദരവോ ഏതെങ്കിലും അന്യായത്തിന് വേണ്ടി ഓർത്തഡോക്സ് പക്ഷം വാദിക്കാറില്ല, ഇപ്പോഴും വാദിക്കുന്നില്ല. ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തരണം. വർഷങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾ നടത്തി കോടതി വിധി അനുകൂലമാകുമ്പോൾ രാഷ്ട്രീയം വന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയം അത് ഇടപെട്ട് ആ കോടതി വിധിയെ നിഷ്പ്രഭമാക്കുന്ന ഒരു ദുഃഖപൂർണമായ ഒരു വ്യവസ്ഥിതി ഈ കേരളത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നത് വേദനാപൂർണമാണ് ഞങ്ങൾ ഓർക്കുന്നത്. കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾ ഗവൺമെന്റ് ഏൽക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ ഈ കോടതിയോട് വേണ്ട ബഹുമാനമില്ലാതെ ഗവൺമെന്റ് പെരുമാറുന്നുണ്ടോ എന്ന് ജനങ്ങൾക്കും കോടതികൾക്കും സംശയം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതൊരിക്കലും ഈ കോലഞ്ചേരി ഈ കോടതിയുടെ കോലഞ്ചേരി ദേവാലയത്തിന്റെ ഇടവകയുടെ ഈ വിധിന്യായത്തിലൂടെ വീണ്ടും ഈ കോടതിയുടെ ഇതുപോലുള്ള പരാമർശങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഗവൺമെന്റിന് തയ്യാറാകരുത്. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കോടതി വിധി നടത്തി വരുത്തണമെന്ന് വളരെ വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു കോടതി വിധി ഇന്നലെ ഉണ്ടായിരിക്കുകയാണ്. പാത്രിയർക്കീസ് വിഭാഗം കൊടുത്ത കേസിന്റെ 2011 ഓഗസ്റ്റ് മാസത്തിൽ എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ളതായ ഒരു വിധി ഉണ്ടായിരുന്നു. അന്ന് ആ വിധി നടപ്പാക്കിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാവായും അഭിവന്യനായ ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിയോസ് തിരുമേനിയും കോലഞ്ചേരി പള്ളിയിൽ ഉപവാസം നടത്തുകയും അന്ന് ഗവൺമെന്റ് നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പേരിൽ ഉപവാസം അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ആ ജില്ലാ കോടതി വിധിയുടെ അപ്പീലായി പാത്രിയർക്കീസ് വിഭാഗം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്തിരുന്ന അപ്പീലാണ് ഇപ്പോൾ നിഷ്കരണം തള്ളി കോടതി വിധിയായിരിക്കുന്നത്. പാത്രിയർക്കീസ് വിഭാഗം ആവശ്യപ്പെട്ട എല്ലാ പോയിന്റുകളും കോടതി തള്ളിയിരിക്കുകയാണ്. കീഴ്ക്കോടതിയുടെ അതായത് ഡിസ്ട്രിക്ട് കോടതിയുടെ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈ അപ്പീൽ തള്ളി ഡിസ്ട്രിക്ട് കോടതിയുടെ വിധി ഞങ്ങൾ സ്ഥിരീകരിക്കുന്നുമാണ് ഡിവിഷൻ ബെഞ്ച് വിധിന്യായം പ്രസ്താവിച്ചിരിക്കുന്നത്. കോലഞ്ചേരി പള്ളി പൂർണ്ണമായിട്ടും ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. വിധി പ്രസ്താവിച്ച് ഉടനെ തന്നെ കോലഞ്ചേരി പള്ളി വികാരി ബഹുമാനപ്പെട്ട ജെ.കെ. കുര്യൻ അച്ഛനും മറ്റ് വൈദികരും ജനങ്ങളും പള്ളിയിൽ കയറി അവരുടെ കയ്യിൽ നേരത്തെ തന്നെ താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ കൊണ്ട് പള്ളി തുറന്ന് പള്ളിയകത്ത് കയറി പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം അവരവിടെ താമസിക്കുകയുമാണ് ചെയ്തത്. പുറത്ത് പാത്രിയർക്കീസ് വിഭാഗത്തിലെ ഏതാനും ആളുകൾ 2 വൈദികരുടെ നേതൃത്വത്തിൽ പള്ളി കോമ്പൗണ്ടിൽ പള്ളിയുടെ പൂമുഖത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. തികച്ചും അനധികൃതമായിട്ടുള്ള കൂട്ടമാണ് എങ്കിലും പോലീസ് അവരെ പുറത്താക്കാതെ അവിടെ നിൽക്കുകയാണ്. ഗേറ്റിന് പുറത്ത് ഇന്നലെ ഇരുവിഭാഗക്കാരും നിലയുറപ്പിച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടെ പോലീസ് ഇരുവിഭാഗത്തെയും ഗേറ്റിന് പുറത്തു നിന്ന് മാറ്റുകയും അല്പം ദൂരേക്ക് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇരുവിഭാഗക്കാരും അവരുടെ സ്ഥാനങ്ങളിൽ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നു. അകത്ത് പൂമുഖത്ത് കാത്തലിക് വിഭാഗത്തിലെ 2 വൈദികരും ഏതാനും വിശ്വാസികളും, അകത്ത് പള്ളിയകത്ത് ഓർത്തഡോക്സ് സഭയുടെ വികാരി അച്ഛനും മറ്റു വൈദികരും ജനങ്ങളും നിൽക്കുകയാണ്. ഇന്ന് രാവിലെ പള്ളി വികാരി ബഹുമാനപ്പെട്ട അച്ഛൻ വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കാതോലിക്ക സെന്ററിൽ താമസിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പക്ഷത്തു നിന്ന് അനുകൂലമായിട്ടുള്ളതായ ഒരു തീരുമാനം ഉണ്ടാവുകയും എത്രയും വേഗം വിധി നടപ്പാക്കി തരികയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ചെയ്യാമെന്ന് അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇതുവരെയും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും തുടർന്ന് ഉള്ള സമയങ്ങളിൽ ഗവൺമെന്റ് എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ ആശ്രയമാക്കിയിരിക്കും മറ്റ് കാര്യങ്ങൾ. ഗവൺമെന്റ് എത്രയും വേഗം അനുകൂലമായിട്ടുള്ളതായ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇരുവിഭാഗക്കാരും അല്പം സംഘർഷം കാര്യമായിട്ടില്ല എങ്കിലും ഇരുവിഭാഗക്കാരും അവരുടെ സ്ഥാനത്ത് നിലയുറപ്പിച്ച് മറ്റാരും പള്ളിയിലേക്ക് അല്ലെങ്കിൽ പള്ളി പരിസരത്തേക്ക് കയറാതെ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് പാത്രികർക്കീസ് വിഭാഗം കൊടുത്ത ഒരു കേസിന്മേലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കണം. അവര് തന്നെ കൊടുത്ത കേസിൽ അവരുടെ ആർഗ്യുമെന്റുകൾ 2 പ്രാവശ്യം, ആദ്യം ജില്ലാ കോടതിയും അതിനുശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾക്ക് എന്തോ അവകാശം ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതായ മട്ടിലാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കേസ് സെക്ഷൻ 92 പ്രകാരം ആ ഒരു കാരണത്താൽ മാത്രം തള്ളിയ സ്ഥലങ്ങളിൽ പോലും ഓർത്തഡോക്സ് വിഭാഗം ഉടനെ തന്നെ പിടിച്ചു കയറുകയും പള്ളി പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവിടെ പൂർണ്ണമായി ഹൈക്കോടതി വരെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെയും നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായിട്ടും നടപ്പാക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഓർത്തഡോക്സ് വിഭാഗം എടുത്തിട്ടുള്ളത്. കേരളത്തിലെ സാമൂഹ്യ നായകന്മാരും ജനങ്ങളും ഇത് കാണട്ടെ. ഇതില് എന്ത് നീതിയാണുള്ളത്? ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് ഗവൺമെന്റ് എന്ത് നീതിയാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും വേഗം സത്യം തിരിച്ചറിഞ്ഞ് ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളിമേലുള്ള സകല അവകാശങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതിനവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.